പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. അമ്മേ, ചായ വേണ്ടേ? ഇവിടെ ഒരു ചായ. ചന്ദ്രേട്ടൻ എങ്ങോട്ടാ രാവിലെ? ഞാനൊന്ന് ടൗണ് വരെ പോകണം. ബാങ്കിൽ മോളുടെ കല്യാണമൊക്കെ ആകാനായില്ലേ? എന്റെ കർത്താവേ, ഇവന്മാരുടെ പുറകെ നടന്ന് നടന്ന് ഞാൻ മടുത്തു. ബാബുവേ, ഇത്തിരി പഞ്ഞി കിട്ടാനുണ്ടോ? നിങ്ങൾക്കിപ്പോ എന്തിനാ പഞ്ഞി? ഇനി നിനക്ക് എത്രയാ കാശ്? 150 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട്. ഒരു 130 രൂപ തന്നെ. ഈ വണ്ടിക്ക് എന്നാ വില വരുവാടാ കൊച്ചനെ? അല്ല, ചേച്ചി വണ്ടി വാങ്ങാൻ പോവാണോ? ഇങ്ങനെയാണെങ്കി വാങ്ങേണ്ടി വരും. എന്റെ കർത്താവേ, എടാ നാറികളെ, ഏതോന്മാരാടാ എന്റെ മുറ്റത്ത് തൂറി നിരത്തിയിട്ടിരിക്കുന്നത്? കാര്യം ശരിയാ, ഞാൻ പലിശയ്ക്ക് പൈസ കൊടുക്കുന്നവള് തന്നെയാ. അത് സമയത്ത് കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ കയറി വന്ന് മുട്ടൻ തെറി വിളിക്കുകയും ചെയ്യും. നിങ്ങളൊക്കെ ഒന്നോർക്കണം, നിങ്ങളുടെ മക്കൾക്ക് ദീനം വരുമ്പോഴും പെമ്പളമാര് പെറാൻ കിടക്കുമ്പോഴും ഈ നാട്ടിൽ പണം തരാൻ ഞാനൊരാളേ ഉള്ളൂ. അതിൻ്റെയൊക്കെ പ്രത്യുപകാരമായിട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വന്ന നിന്റെയൊക്കെ സാധനം വെട്ടി എൻ്റെ അൾസേഷൻ പട്ടി കിട്ടുള്ളൂ. ആ என்ன வேலை? கோல்டு வேலை. ஓ, அப்பம் அப்பாமாரா? என்ன சொன்ன? தெரிஞ்சு போச்சு. என்ன சொன்ன? ഐ ഡി കാർഡിന് 2 കോപ്പി വേണം.
മാസ വാടക 5000 രൂപയാണ്. പിന്നെ 10000 രൂപ അഡ്വാൻസ് തരണം. ഇതിൻ്റെ ഓണർ വെളിയൂരിലാണ്. എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കി നടത്തുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ എന്തെങ്കിലും ഉടായ്പ കാണിക്കാൻ ഉദ്ദേശമെങ്കിൽ എന്നെ നിങ്ങൾക്ക് ശരിക്കും ശരിയാകും. എന്താ അനക്കം? രാച്ചേ രാച്ചേ ആ ലൈറ്റ് നിട്ടേ. നാളെ എന്റെ മക്കളെ എത്തും. ചക്കയുടെ പാവ് കൂട്ടി വെച്ചിട്ടുണ്ട്. അട പുലർച്ചെ ഉണ്ടാക്കുക. ബാക്കിയൊക്കെ റെഡിയാണ്. കുട്ടികളെ കാണാൻ കൊതിയാവുന്നു. അതിനിപ്പോ നേരം വെളുത്താ പോരെ, നമ്മൾ ഇങ്ങെത്തില്ലേ. ഓ, മക്കള് വരണം കൊണ്ട് സുന്ദരനാൻ തീരുമാനിച്ചില്ലേ? അല്ലേലും എന്റെ നായര് അമിതാഭ് ബച്ചൻ അല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കടോ. എന്താ ഒരു മഴക്കോള് പോലെ. മക്കളിങ്ങ് എത്താൻ സമയമായല്ലോ. അവരിങ്ങ് എത്തിക്കോളൂന്നേ. ഇതെന്താ കാലം കേറി വാ കുട്ടികളെ. വീഴാതെ വാ, കേറി വാ. വാ മോനെ, കേറി വാ. വാടാ, കേറി. അകത്തേക്ക് കയറ്, മഴ നനയല്ലേ. എന്താ നാടിന്റെ ഒരു സുഗന്ധം. കയറ്, ഉള്ളിലേക്ക് കയറി വാ. അതാ ആ സുന്ദറും മക്കളും വരുന്നുണ്ടല്ലോ. എന്തുവാടേ, നിങ്ങളൊക്കെ നേരത്തെ കാലത്തങ്ങ് എത്തിയോ? ഇപ്പൊ എത്തിയുള്ളൂ മാമ. എന്തൊക്കെയാ വിശേഷം? നല്ല വിശേഷം. ഇവിടെ കെട്ടിച്ചൊന്നും വിടുന്നില്ലേടാ? വീടണം പെങ്ങളെ. എന്തിനാ തിരക്കൂട്ടണേ? എനിക്ക് സമയമാകുമ്പോ ഞാൻ കണ്ടുപിടിച്ചോളാം. അല്ലേ? എടാ വാടാ, പിന്നെ എങ്ങനെ കെട്ടിക്കും? പ്രിയ വന്നില്ല നത്തൂനെ? പ്രിയ സന്ധ്യ ആകുമ്പോഴത്തേക്കും എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. പുഷ്പേ, വേണ്ട, വെട്ടി ഞാൻ എടുത്തോളാം. ആ, ഇത് ഇങ്ങനെ പോയാൽ ശരിയാവൂല. കുറച്ച് പുരുഷത്വക്കെ ഒന്ന് കാണിക്കേണ്ടി വരും.
പഠിത്തമൊക്കെ വിട്ടിട്ട് ഇവിടെ വന്ന് നിന്നാലോ എന്ന് പലവട്ടം ആലോചിച്ചതാണ്. ഇനി ആരെങ്കിലും പിടിച്ചു വെച്ചോ? നീ വരാത്തതിന്റെ അതല്ല അമ്മായി, കുട്ടികളുടെ പഠിത്തം ആലോചിക്കാൻ പഠിക്കണം. പെട്ടെന്ന് സിലബസ് മാറുന്നത് അവരെ വല്ലാതെ ബാധിക്കുന്നു. ഏട്ടത്തിൽ പോയ കാലം മുതൽ പറയുന്നത് ഇതാണ്. സത്യം പറഞ്ഞു അവിടുന്ന് മാറാൻ നിങ്ങൾക്ക് ഒരു താല്പര്യം ആരെ ബോധിപ്പിക്കാനാണ് ഈ പയ്യാരം പറച്ചില്? അതല്ല പിനി, ഞാനും ആലോചിക്കുന്നുണ്ട്. ഏട്ടനാണെങ്കിൽ നാടെന്ന് പറഞ്ഞ ജീവനാണ്. എന്ത് ചെയ്യാനാ, സർക്കിൾ കെട്ടുപോയില്ലേ. കാണുന്നവർക്ക് ഗൾഫ്, ഗുണമുണ്ടോ? അതില്ലതാണ്. അച്ഛനും അമ്മയും അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു സമാധാനവും ഇല്ല. ആകെ ഒരു ആശ്വാസം. ഒന്ന് വയസ്സരം എന്താണ് നാത്തുമാര് ബടായി വിടുന്നത്? അമ്മേ അമ്മേ, എളേച്ചനില്ലേ? എളേച്ചൻ അവിടെ നിന്ന് എന്തൊക്കെയോ കാട്ടുന്നു. ആ, ഉടൻ തന്നെ എന്തോ യുദ്ധോ അങ്ങനെ എന്തൊക്കെയോ വേണമെന്നൊക്കെ പറയുവാ. ആ, അമ്മേ അമ്മേ മോളെ അച്ഛാ, ഹായ് മക്കളെ, എല്ലാരും ഉണ്ടല്ലോ. ആഹാ, നീ വന്നോ? അമ്മേ, നീ ആകെ കോലം കെട്ടുപോയല്ലോ മോളെ. നിനക്ക് എന്താ ഇങ്ങനെ? ഒന്നുമില്ലമ്മേ, അമ്മയ്ക്ക് തോന്നുന്നതാ. അമ്മ ഇങ്ങനെ കുളിച്ചിട്ട് റെഡിയാകാം. ചേച്ചിക്ക് ഇവിടെ നിന്നാ പോരെ. ചേച്ചിക്ക് ജോലിക്ക് പോകേണ്ട വല്ല ആവശ്യമുണ്ട് ചേച്ചി? നമുക്കുള്ളത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അത് ശരിയാ, നമുക്കുള്ളത് നമ്മൾ ഉണ്ടാക്കിയ അടിച്ചു പൊളിച്ച് നമുക്ക് കാണുന്നത്. പിന്നെ ചേച്ചി കുളിക്ക്, ഞങ്ങൾ താഴെ പോയി ബടായി കേട്ടിട്ട് വരാം. രാച്ചേ കുഞ്ഞമ്മായി ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കിടന്നുറങ്ങാൻ ഒരു സമാധാനം ഉണ്ടാവില്ല. മോളെ മഹി, മോളെ മഹി, എന്തൊക്കെയാ വിശേഷം? നല്ല വിശേഷം. മോളെ കൊണ്ടാണോ ഇതിന് ഈ പണിയൊക്കെ എടുപ്പിക്കുന്നേ? അയ്യോ, ഈ കയ്യിൽ ചൂല് പിടിപ്പിച്ചോ? രാച്ചി, നീ ഇതൊന്നും കാണുന്നില്ലേ? അമ്മായി ചെല്ലി. ലച്ചുവിനെ കൊണ്ട് ആരാ നിലം തുടപ്പിക്കുന്നേ? ഇവിടെ വേറെ ആളുകളൊന്നും ഇല്ലേ? അയ്യോടാ, എവിടെ ഇരിക്കണ്ട മോളാ.
100 പവനും കൊണ്ട് വന്നതാ. കയ്യിലും കാതിത്തൊക്കെ എവിടെ പോയി? ആ മഹിമ അതാ മുറ്റത്തെ വായി നോക്കി നിൽക്കുന്നത്. അവളെ വിളിച്ച് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. ഹായ് അമ്മേ, എന്താ വിശേഷം? ലതേ, ഇവിടെ എന്തൊക്കെയാ ഉണ്ടാക്കിയിരിക്കുന്നേ? ഒന്നും ആയില്ലേ? ഇവിടുത്തെ കുട്ടികളൊക്കെ എവിടെ പോയി? മിനി ലക്ഷ്മിയൊക്കെ എവിടെ? മുതിർന്നവരെ കൊണ്ടാണോ പണിയെടുപ്പിക്കുന്നത്? അമ്മയ്ക്കത് അവരോട് പറഞ്ഞാൽ പോരെ? നിനക്ക് എവിടെ ചെന്നാലും ഒരു പ്രാധാന്യം കിട്ടുന്നില്ലല്ലോ ലതേ. എനിക്കത് അവനോടൊന്ന് ചോദിക്കണം. അതിനൊക്കെ സമയമുണ്ട്. നീ വന്നിട്ടല്ലേ ഉള്ളൂ. പോയി കുളിച്ചിട്ട് വാ, ഞാൻ ചായ എടുത്തു വെക്കാം. ഈ അമ്മായിക്കൊരു മാറ്റവും ഇല്ലല്ലോ അമ്മേ. അത് നോക്കണ്ടടി, അവളുടെ മനസ്സ് നല്ലതാ. കുറച്ച് ഏഷണയുണ്ടെന്നേ. ആകെ പെട്ടിടക്കാം. വിശന്നിട്ട് വയ്യല്ലോ. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇതുവരെ ഒന്നും ആയില്ലേ? ഇവിടെ മിഷനൊന്നും ഇല്ല, ആവുമ്പോ കഴിക്കും. ഇതെപ്പോ വന്നു? ഞാൻ വെളുപ്പിനെത്തി. അമ്മായിനിപ്പോ ആർക്കും വേണ്ടല്ലോ, വെളിയും പച്ചലൊന്നും ഇല്ലല്ലോ ഇപ്പൊ. അയ്യോ, അമ്മായിനെ പറ്റി പറയാത്ത ഒരു ദിവസം പോലും അല്ലേ ലക്ഷ്മി? പുറംപണിക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരാളെ വെക്കണം. നീ ആ ബാബുവിനെ വിളിച്ചൊന്ന് പറ മോഹന. ഇപ്പൊ തന്നെ പറയാമേ, അതിനിപ്പോ വേറെ ചെലവൊന്നും ഇല്ലല്ലോ.
ഈ കാണിച്ചത്? ഇവളോട് മാപ്പ് പറ. ഇവക്ക് ഭ്രാന്താന്നാ തോന്നണേ. മിണ്ടാതെ കിടന്നേക്ക. മോളെ എന്തോ ഇതിന് അനടെ നിന്റെ ചേച്ചിയല്ലേ എന്താന്ന് ചെയ്തേ മോളെ? എന്ത് പറ്റി രാമേട്ട നമ്മുടെ കുട്ടിക്ക്? അമ്മായി അവിടെ കിടന്നോ? അവക്ക് പ്രാന്താ, അവക്ക് പ്രാന്താ. നീറ്റ ഇനിയും കിട്ടും. മോളെ മോക്ക് എന്തോ പറ്റിയേ? ഇതെന്താ വേദത്തിന് പനിയുണ്ടാ നോക്കാണ്. എനിക്കെന്താ ഇങ്ങനെ? അതെ, മോള് കുറച്ചു നേരം ഉറങ്ങട്ടെ. വാ. അമ്മാവൻ ടെൻഷനൊന്നും അടിക്കണ്ട, എല്ലാം തോന്നിയതായിരിക്കും. എന്നാലും അതല്ലടാ, എന്താണ് അവൾക്ക് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പ്രേതം കൂടിയതല്ലാണ്ട് എന്താ? ആ ഞാൻ വിചാരിച്ചാലേ ഇന്നെ പിടിക്കും. കാണണോ നിനക്ക്? അതല്ലടി, ഞാൻ വിചാരിച്ചാലല്ലേ, ഞാൻ വിചാരിക്കുന്നില്ലടി. പിന്നെ പിടിക്കാം, അമ്മാവൻ ചെന്ന് കിടക്കാൻ. പിന്നെ കുറച്ച് കഞ്ഞെങ്കിലും കിട്ടിയാ കുടിക്കായിരുന്നു. ഏട്ടാ, ഇവിടെ എന്തോ ഒരു മാറ്റം. മനസ്സിനുള്ളിലെ ഒരു പേടി പോലെയാ. പഴയ ഒരു സന്തോഷവും ഇല്ല. ഇവിടെ എന്തോ ഉണ്ടെന്നൊരു തോന്നലാ. അതൊക്കെ അവൾക്ക് തോന്നിയതാടി. നമ്മളതൊന്നും നോക്കണ്ട. ഒന്ന് കിടന്നുറങ്ങിയ എല്ലാം ശരിയാവും. ഓ, ശരിയായ എല്ലാവർക്കും നല്ലത്. മാമനായിരുന്നോ? സാധനം കിട്ടിയല്ലടാ, നീ അപ്പുറത്ത് കൂടി വാ. വാ.
നിന്റെ കെട്ടിയോനെ പോട്ടടി, ഇവിടെ എവിടെങ്കിലും ഉണ്ടോ? ഇല്ല സാറേ, കെട്ടിയോൻ ഇട്ടിട്ട് പോയിട്ട് 10 വർഷമായി. അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കണ്? എന്താ സേതു? വെറുതെ അല്ല നീ വെളുക്കാനുള്ള മരുന്നൊക്കെ തേടി നടക്കണത്. നിങ്ങളെന്താ അങ്ങനെ അർത്ഥം വെച്ച മാതിരി സംസാരിക്കുന്നത്? ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഇവിടെ ആർക്കൊന്നും മുണ്ടാനൊന്നും പാടില്ലേ? ചന്ദ്രിക, അയ്യോ പേര് മാറി. പുഷ്പേ, ആ ചന്ദ്രിക സോപ്പ് എവിടെയാ വെച്ചേ? അതൊന്നും കുത്തി പറഞ്ഞാണോ? അപ്പൊ അന്ന് ആക്കിയതാണോ? വന്നുകൂടിയത് ആരാണെങ്കിലും ഞങ്ങൾ ശത്രുക്കളല്ല. അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ. ഈ കുടുംബത്തിൽ വന്നതിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ തെളിയിച്ചു തരണേ ഭഗവാനെ. ദൈവവും പിശാചും ഒക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. തലമുറകൾ ചെയ്തു വന്ന രീതികൾ ഞങ്ങൾ പിന്തുടരുകയാണ്. ഇവിടെ ഒരു ശക്തിയുള്ളത് നേരാണെങ്കിൽ തെളിയിച്ചു തരണേ ഭഗവാനെ. ആ ശക്തിക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാൻ ഈ കുടുംബം തയ്യാറാണ് ഭഗവാനെ. நாங்கள் மூவரும் கோயம்புத்தூர்னு வர்றேன். அண்ணன் தம்பி தான். இங்கே ஏதாவது வேலை இருக்கா? எந்த வேலை சொன்னாலும் செய்வேன். ഇവിടെ വേലയും കൂലിയൊന്നും ഇല്ല. വേഗം സ്ഥലം വിടാൻ നോക്ക്. നിനക്ക് തേങ്ങ ഇടാൻ അറിയോ? ആമാ തെറിയോ. ആരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഏട്ടാ. പറഞ്ഞത് കേട്ടില്ലേ? വേഗം സ്ഥലം വിടാൻ നോക്ക്. വല്ലതും കഴിക്കാനോ കുടിക്കാനോ വേണമെങ്കിൽ അടുക്കളപ്പുറത്തേക്ക് ചെന്നാൽ മതി.
கண்ண பெரிய சித்தி உள்ள ஆனல்லப்பா, வேற ஏதாவது செய்து விடா. புதுசா ஒரு பிளான் இருக்கு. அது என்ன பிளான்? அது ரொம்ப நல்ல பிளான். പച്ച കേൾക്കണം. வீட்டுக்குள்ள ஒரு சக்தி இருக்கு. அந்த சக்தி வீடுக்கு கவசம் போட்டு இருக்கு. அந்த சக்தி ஒன்று பலிக்காது. ഇത്തിരിയുടെ വീട്ടിൽ കയറി കിടന്നാണ് കളി. ഇവന്മാരെയുണ്ടല്ലോ തീർത്തു തരാൻ ഞാൻ. മക്കൾ നമ്മുടെ മുറ്റത്താണ്. ഞാൻ വീട്ടിലിടാം പട്ടികളെ. ഇവന്മാര് കുറച്ച് ദിവസമായിട്ട് എന്റെ വീടിന്റെ മുറ്റത്ത് കിടന്ന് തൂറി തിരക്കി വരുന്നതേ. நாங்க கோயம்புத்தூர் வந்து திருட்டுதான் எங்க வேலை. അതിന് ഈ വീട്ടിൽ ധാരാളം സ്വർണവും പണവും ഉണ്ടല്ലോ, പിന്നെ എന്തിനു നിങ്ങൾ ഈ പഴയ വിഗ്രഹം എടുത്തു? ഇത് പാക്കുമ്പോൾ പഞ്ചവിഗ്രഹമാണെന്ന് നനിച്ച്. എന്തായാലും ഇവര് കട്ടത് നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ. ഇവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ഇവര് മനുഷ്യരല്ലേ. ഭഗവാനെ, നിന്നെ കേൾക്കാൻ നിനക്കറിയാവില്ലേ? ഞാൻ പോയി പോലീസിനെ വിളിക്കട്ടെ.
കെട്ടളിക്ക് വരട്ടു, എനിക്കവരെ പാക്കണം. இந்த சாமி இங்க இருக்கேனும், அதுக்குள்ள சோழராஜா ஆவி இருக்கேனும். உனக்கு எப்படி தெரியும்? ஆவியா? எனக்கு ஒண்ணுமே தெரியாது. എനിക്കൊന്നുമേ தெரியாது. கீழே இறக்கலாம் பண்ண சோழ மகனே. அப்ப நான் தான் சோழராஜா என்ன உனக்கு எப்படி தெரியும்? തീ അണച്ചിട്ട് രാസാവേ, ഞാൻ തുമ്പ മേഘനാഥൻ தான். എന്റെ കുലത്തെ ചാരപ്പണിയിലൂടെ വെട്ടിക്കൊടുത്ത് നിലംപതിപ്പിച്ച മേഘനാഥൻ അല്ലേ നീ? ഈ വിഗ്രഹം ഇവിടെ ഉണ്ടെന്ന് ഇതിൽ ഉപാസകനായ ചോളരാജാവിന്റെ ആത്മാവുണ്ടെന്നും നിനക്കിങ്ങനെ അറിയാം. ആവിയാ? എനിക്കൊന്നും தெரியாது. എനിക്ക് ഒന്നുമേ പുരിയില്ല. எவ்வளோ சக்தி வாய்ந்த மனிதனாய் இருந்த ஆள் இப்போ சபாய் சிக்க மாதிரி ஆயிடுச்சு. இப்போ உனக்கு ஏன் அண்ணாவுக்குள்ள சக்தி கொண்டு இந்த உலகம் ஓ கால் கீழிலே ஆக்கணும். அதுக்காக ஓரோ மனிதரிலும் காலகாலமா உயிர் வாழ்ந்து வந்திருக்கையோ? ஆமா. இந்த வீட்டு பசங்க விளக்கு ஏத்தி வச்சு சாமி கும்பிட்டதினாலே எனக்கு மறு ஜென்மம் கிடைச்சது. அந்த சமயத்துக்கு எனக்கு இந்த பசங்க கிட்ட கோபம் வந்திருந்தாலும் இந்த பசங்களாலே எனக்கு மறு ஜென்மம் கிடைச்சது. அதனால தான் ஒன்னே புரிய வச்சதும். இதுக்கெல்லாம் காரணம் ഈ അണ്ണാവുക്കുള്ള ഉണ്മയാണ് തപസക്തി. அந்த തപസക്തിക്ക് മുന്നാലെ കൈയെടുത്ത് കുമ്പിട്ട് ഉനക്ക് നാൻ നെരിപ്പാലേ സാവു വക്ക പോറേ. രാജാവേ, അതിനു മുൻപ് എന്തിനാണ് ഈ ആത്മാവ് അങ്ങയുടെ കുലം മുടിക്കാൻ ശ്രമിച്ചത് എന്ന് കൂടി അറിഞ്ഞു വളരെ നല്ലതായിരുന്നു. കല്ലിൽ ശിവലിംഗം കൊത്തുന്ന ശില്പികളായിരുന്നു എൻ്റെ കുടുംബം. അതീന്ദ്രിയമായ കുണ്ടലിനി ശക്തി ഉണർന്നവരായിരുന്നു കുടുംബത്തിലെല്ലാവരും. ആണുങ്ങൾ കാട്ടിൽ ധ്യാനത്തിന് പോയ ഒരു രാത്രി വേട്ടക്കിറങ്ങിയ ചോളപ്പട ഞങ്ങളുടെ കുടിലുകളിൽ ഉറങ്ങിക്കിടന്ന സ്ത്രീകളെ കാമം തീർക്കാൻ ഉപയോഗിച്ചു. നിരാലംബരായ സ്ത്രീകൾ ജീവശവങ്ങളായി. ചിലർ മരിച്ചു. ആ രാത്രി ഞങ്ങളെടുത്ത തീരുമാനമാണ് ചോളവംശത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത്. അതിനായി ഞങ്ങൾ ഞങ്ങളുടെ ശക്തി ഉപയോഗിച്ച് ചാരപ്പണി ചെയ്തു. ചോളവംശം ഇല്ലാതെയാക്കി. ഗുരുക്കന്മാരും കാരണവന്മാരും അവരുടെ ശക്തി എനിക്ക് നൽകി സമാധിയായി. അങ്ങനെ ഇരിക്കെയാണ് കടലിൽ നിന്നും നടരാജ വിഗ്രഹം ലഭിക്കുന്നത്. അതിലടങ്ങിയിരിക്കുന്ന ഉപാസന ശക്തി മനസ്സിലായത്. ആ ശക്തി ലഭിച്ചാൽ സംവത്സരങ്ങൾ ഈ ലോകത്തെ കാൽക്കീഴിൽ നിർത്താൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. ആ ശക്തി സ്വീകരിക്കാൻ 101 വർഷം കൂടുമ്പോൾ വരുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം നോക്കി ഞാൻ ഇരുന്നു. അതിനായി പല പല ശരീരങ്ങളിൽ മാറി മാറി ഞാൻ ഇതുവരെ ജീവിച്ചു. കഴിഞ്ഞ സമ്പൂർണ്ണ സൂര്യഗ്രഹണങ്ങളിലൊന്നും പ്രവേശിച്ചിരുന്ന ശരീരങ്ങളുടെ പല കാരണങ്ങൾ കൊണ്ട് സാധിച്ചില്ല. ശുദ്ധമായ ശക്തിയുള്ള സ്ഥലത്തിരുന്നാൽ വിഗ്രഹത്തിലെ ശക്തി ഉണരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇവിടുത്തെ അടുത്തുള്ള ശ്മശാനത്തിലാണ് വിഗ്രഹം സൂക്ഷിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷം ഒരു രാത്രിയിൽ ശ്മശാനം പുതുക്കി പണിയാനുള്ള ശ്രമം തുടങ്ങിയെന്നറിഞ്ഞ ഞങ്ങൾ ശ്മശാനത്തിൽ നിന്നും വിഗ്രഹമെടുത്തു. കുറച്ചു ദൂരം എത്തിയപ്പോൾ ഏതോ വീട്ടിൽ കള്ളന്മാർ കയറിയതിനാൽ ഞങ്ങളെ സംശയിച്ച ആളുകൾ ഞങ്ങളുടെ പിറകെ കൂടി. ഞങ്ങൾ ഓടി ഈ വീട്ടിലെത്തി. കഴിഞ്ഞ ഓണക്കാലമായിരുന്നു അത്. അന്ന് ഈ മക്കളെല്ലാം പോയ വിഷമത്തിലിരുന്ന മുത്തശ്ശനും മുത്തശ്ശിയും
മച്ചിന്റെ വാതിൽ പൂട്ടാനും ഇനി അടുത്ത വർഷം മക്കൾ വരുമ്പോൾ തുറന്നാൽ മതിയെന്നും പറഞ്ഞ് കൂട്ടത്തോടെ വിഗ്രഹം ഞങ്ങൾ തട്ടിൻപുറത്ത് ഒളിപ്പിച്ചു വെച്ചു. കഴിഞ്ഞ ദിവസം അത് എടുക്കാൻ വന്നപ്പോൾ പട്ടി ഓടിച്ചു. വിഗ്രഹം ഇവരുടെ കയ്യിലായി. അവർ വിളക്ക് വെച്ച് പൂജിക്കാൻ തുടങ്ങിയതോടെ വിഗ്രഹത്തിന് ശക്തി കൂടി. ഇതൊക്കെ ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണോ? ആന്റി, ഇത് ടൈം ട്രാവൽ ആണ്. ரொம்ப அதிகாரம் கொண்டு ஓரோ குலத்துக்கும் மேலே ஏன் குலம் செய்த கர்ம பலம் தான் ஏன் குலத்துக்கும் மேலே கடவுள் செய்து வச்சது. அந்த குலத்துக்கு வேண்டி ஏன் உயிரை கொடுத்து தவம் செய்த நான் தான் மூடன். கடவுளே, அது ஏன் முன் ஜென்ம பலம்தான். உன்னை எனக்கு புரியும். அப்படியானாலும் மற்றவங்கக்கிட்டையுள்ள தபசித்தியே திருடியெடுத்தும் இந்த உலகம் ஓன் கால் கீழிலாக்கிறதுக்குள்ள நின் திமிருக்கும் முன்னே எல்லா பேச்சும் முடிஞ்சு போயிருச்சு. என் குலத்தை நாசப்படுத்ததுக்கு நீ காரணமானா அந்த மாதிரி ஓன் குலத்தை முடிக்கிறதுக்கு கடவுள் கொடுத்த வாய்ப்பு சித்தி நான் தான். இதுக்குள்ள எல்லா சக்திக்கும் மேலே இப்போ ஏன் சக்தி தான். இந்த சமயத்துக்கு அப்புறம் நீ வெறும் மனிதன் தான். ஆனா இந்த இடத்துக்கு உன்னை நெருப்பால நான் முடிக்க போறேன்.